CPM സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും എല്ലാം തന്നെ അതിൻ്റെ ചർച്ചകളും അടയാളപ്പെടുത്തലുകളും നടക്കുന്ന സമ്മേളനമാണ്. കേരളത്തിൻ്റെ പ്രിയ കവി കുരീപ്പുഴ ഇപ്പോൾ ഈ സമ്മേളന പ്രതിനിധി ഹാളിന് മുന്നിലുണ്ട്. അങ്ങയുടെ നാട് കൂടിയാണ് അല്ലേ സമ്മേളനം നടക്കുന്നത്. എങ്ങനെയാണ് ഈ കൊല്ലം സമ്മേളനത്തെ കാണുന്നത്? അഷ്ടമുടിക്കാലിൻ്റെ തീരമാണ്. വളരെയധികം പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സ്ഥലമാണ്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആശാവൻ ലക്ഷ്മണൻ, കുരീപ്പുഴ കൊച്ചുകുഞ്ഞു തുടങ്ങിയ ആളുകൾ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ മാറമറയ്ക്കൽ സമരകാലത്ത് കല്ലമാല പറിച്ചെറിഞ്ഞ് ഈ റൗക്ക കൊടുക്കുന്നത് ഇതേ സ്ഥലത്ത് വെച്ചാൽ അവിടെ വെച്ചാണ് നമ്മൾ അവിടെയാണ് ടൗൺ ഹാൾ നിൽക്കുന്നത്. ടൗൺ ഹാൾ പോലും സി കെഷൻ്റെ ഓർമ്മയ്ക്കുള്ളതാണ്. ഒരു അമ്പലം കത്തി വെച്ചാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ അസാധാരണ മനുഷ്യനായിരുന്നല്ലോ സി കെഷൻ. അതിൻ്റെ പേരിലാണ് അവിടെയാണ് ഇത് നടക്കുന്നത്. വലിയ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നഗരത്തിൽ നടക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫാസിസ്റ്റ് ശക്തികൾ, വർഗീയ ശക്തികൾ, മത തീവ്രവാദ ശക്തികളെല്ലാം ശക്തി പ്രാപിക്കുന്ന ഒരു സമയത്ത് നടക്കുന്ന പുരോഗമനകാരികളുടെ ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് ഞാൻ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു. രാഷ്ട്രീയമൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു സമയത്ത് രണ്ടുവരി പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ടുവരി കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കളിക്ക് കൂട്ടുപാട്ട് പാടണം. എന്തായാലും വളരെയധികം നന്ദി. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുരീപ്പുഴയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ രണ്ടുവരി കവിത ആലപിക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയൊരു സമ്മേളന ആവേശത്തിൽ, സമ്മേളന ലഹരിയിലാണ് ഇപ്പോൾ കൊല്ലം നഗരം ഉള്ളത്.